ഒരാളുടെ ഹൃദയത്തെ പോലും തകർത്ത് കളയുന്ന തരത്തിലുള്ളൊരു ചോദ്യമാണത്. ഒന്നോ രണ്ടോ പേരല്ല ചോദിച്ചത്, കുറേ പേര് ചോദിച്ചു. എന്താണോ നമ്മൾ കേൾക്കരുത് എന്ന് കരുതിയത് അതാണ് കേട്ടത്. പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഹാജാസ് ക്ലാസ്സസിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് എപ്പോഴും ഹൃദ്യമായ ഹാർദമായ സ്വാഗതം പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഇൻട്രോയിൽ അവസാനമായി കേൾക്കുന്ന ഒരു വാക്കായിരിക്കും ഹാജാസ് ക്ലാസ്സസ് എന്ന് വെച്ചാൽ നമ്മൾ ചാനൽ നിർത്താൻ പോകുമെന്നാണ്. നമുക്ക് നോക്കാം. നമ്മൾ 2019 ഈ ചാനൽ തുടങ്ങുമ്പോഴേ ഹാജാസ് PSC എന്നായിരുന്നു. എന്തുകൊണ്ടോ നമ്മൾ ഒരു സ്ട്രാറ്റജിയും ഒരു കാര്യങ്ങളും ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ചെയ്യാതെ ഓർഗാനിക്കായിട്ട് കുട്ടികളിനകത്തേക്ക് വരുമായിരുന്നു. ഒരു ദൈവികമായ ഒരു അനുഗ്രഹം പോലെയായിരുന്നു ഇതിൻ്റെ ഒരു വളർച്ച. 1.8 ലാക്കിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്തി നിൽക്കുമ്പോഴും നമ്മുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ, എന്ത് വീഡിയോ ഇട്ടാലും ഈ PSCയുമായി ബന്ധമുള്ള എന്ത് കാര്യം ഇട്ടാലും നമുക്കൊന്നും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം ഒരു മിനിമം ഒരു വ്യൂ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ട്. നിങ്ങളത് പഴയകാല വീഡിയോകൾ നോക്കിയാലും കാണാൻ പറ്റും. സയൻസിൻ്റെ മാത്സിൻ്റെ ആദ്യവും അവസാനത്തെയും വാക്കായിരുന്നു ഹാജാസ് PSC. പക്ഷേ നമ്മൾ ഒരു 2022-23 നമ്മളൊരു ആപ്പ് തുടങ്ങി. ഈ ആപ്പിൻ്റെ പേരായിരുന്നു ഹാജാസ് ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹാജാസ് ക്ലാസ്സസ് എന്ന് പേര് കൊടുക്കാൻ കാരണം അതിനകത്ത് കുറേ ക്ലാസ്സുകൾ ഇടണം, സ്കൂള്, ട്യൂഷൻ ഇങ്ങനെയൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പേരിട്ടത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെയും പേര് മാറ്റി ഹാജാസ് ക്ലാസ്സസ് എന്നാക്കി. നമ്മുടെ ആ ഒരു ആപ്പിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു അസൂയ ഉണ്ടാക്കുന്നൊരു വളർച്ചയായിരുന്നു. കാരണം അത്രത്തോളം ഡൗൺലോഡേഴ്സ്, ഏകദേശം 10,000 ആൾക്കാരാണ് ഡൗൺലോഡ് ചെയ്തത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ടാണ്. അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടി നമ്മുടെ ഹാജാസ് ക്ലാസ്സിന്. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൻ്റെ പേരും ഹാജാസ് PSCയിൽ നിന്ന് ഹാജാസ് ക്ലാസ്സിലോട്ട് മാറ്റിയത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വെളിയിലിറങ്ങി പോകുമ്പോഴത്തേക്ക് പിന്നെ ഒരു കാര്യം ഉണ്ടായി. നമ്മൾ ഈ ആപ്പ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിപ്പിച്ചുള്ള പരിചയമുള്ളൂ. ഒരു സംരംഭകനായിട്ടുള്ള ഒരു എൻ്റർപ്രണർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ആപ്പ് എങ്ങനെ നടത്തണം, അതിൻ്റെ വരായ്മകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയാണ് നമ്മൾ 1-2 പേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ടെക്നിക്കൽ സ്റ്റാഫ് ഒരാൾ, പിന്നെ ഞാൻ, പിന്നെ കുറച്ച് ടീച്ചേഴ്സിന് അവർ പേയ്മെൻറ്റ് കൊടുക്കുന്നു, അവർ ക്ലാസ് എടുക്കുന്നു, പോകുന്നു. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറേ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ ഈ PSCക്കകത്ത് നമ്പർ 1 ചാനലായിട്ട് നിൽക്കേണ്ട ഒരു ചാനലിന് ഒരു വീഡിയോ ഇട്ടാൽ 1K പോലും അടിക്കാൻ ആഴ്ചകളോളം കാത്തിരിക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പം ഇതെനിക്ക് കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് അത് തോന്നിയത്, ഞാനും ഇതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ എഡിറ്റൊക്കെ ചെയ്ത് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഈ ഹാജാസ് ക്ലാസ്സിൻ്റെ അടുത്തൊരാൾ, നമ്മൾ രണ്ടുപേരും പലപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഹാജാസ് സാറല്ലാതെ ക്ലാസ് ഇപ്പോൾ PSC ഒക്കെ നിർത്തിയോ, ഹാജാസ് PSC എന്ന് പറഞ്ഞ ചാനൽ ഇപ്പോൾ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത നമ്മൾ കേട്ടു. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ പോലും തകർത്ത് കളയുന്നു. കാരണം പണ്ട് എവിടെ പോയാലും ഒരു 10 പേര് അല്ലെങ്കിൽ ഒരു 20 പേര് അല്ലെങ്കിൽ ഒരു 50 പേരെങ്കിലും ഒക്കെ ഹാജാസ് സാറല്ലേ, ഹാജാസ് PSCയിലെ ക്ലാസ് ഇന്നലത്തെ കൊള്ളായിരുന്നു, നാളെ എന്താ ക്ലാസ് ഇടുക സാർ, ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് ഹാജാസ് PSC ഇല്ലയോ, ഹാജാസ് PSC നിർത്തിയോ, അത് ചാനലൊക്കെ നിർത്തിയിട്ട് സാറ് വേറെ എന്തെങ്കിലും പണിക്ക് പോയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് ഹൃദയത്തെ തകർത്ത് കളയുന്ന ഒരു വേദന തന്നെയാണ് ഇപ്പോഴും. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം യൂട്യൂബിൻ്റെ അൽഗോരിതമൊക്കെ ടോട്ടലി മാറിയിട്ടുണ്ട്. ഹാജാസ് PSCയിൽ 1.8 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. അവരിപ്പോൾ അവരുടെ അൽഗോരിതം അനുസരിച്ചുകൊണ്ട് പ്രസൻ്റ്ലി എത്ര പേര് ഈ ക്ലാസ് കാണുന്നു അവർക്ക് മാത്രമേ നമ്മുടെ ക്ലാസ് അയക്കുന്നുള്ളൂ. പഴയ സബ്സ്ക്രൈബേഴ്സിനൊന്നും ക്ലാസ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിനൊരു കാരണം നമ്മുടെ പേര് മാറ്റിയതാണ്. ഹാജാസ് ക്ലാസ്സസ് എന്നുള്ള പേര് മാറ്റി, അതായത് ഹാജാസ് PSCയിൽ നിന്നും ഹാജാസ് ക്ലാസ്സസിലേക്ക് പേര് മാറ്റി. ആ പേര് മാറ്റൽ നമ്മുടെ തകർച്ചയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ. അതുകൊണ്ട് നമ്മൾ പഴയതുപോലെ ഹാജാസ് ക്ലാസ്സസ് എന്നുള്ള പേര് നമ്മളിനിയില്ല. ഇനിയുള്ള ക്ലാസ്സുകൾ നാളെ മുതൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ ഹാജാസ് PSC എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഹാജാസ് PSC എന്നുള്ള പേരിലായിരിക്കും ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ വേറൊരു കാര്യം, നമ്മൾ പൂർവാധികം ശക്തിയായി ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നമ്മൾ കണ്ടൻറ്റിനകത്ത് അറിയാമല്ലോ, കോംപ്രമൈസ് ഇല്ല. കണ്ടൻറ്റ് നല്ല പ്രിപ്പയർ ചെയ്താണ് സാറ് കണ്ടൻറ്റ് തരുന്നത്. നിങ്ങൾക്ക് സയൻസിൻ്റെയും മാത്സിൻ്റെയും ക്ലാസ്സുകൾ കൂടുതലായി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ആപ്പിൻ്റെയും പേര് ചേഞ്ച് ചെയ്യും. ആ പേര് ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അറിയിക്കും. അപ്പോൾ കൂടെ ഉണ്ടാവണം, കട്ടയ്ക്കുണ്ടാവണം.
നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾക്ക് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത്. സയൻസ് മാത്സിൻ്റെ ക്ലാസ്സുകൾ കൂടുതലായി നിങ്ങൾക്ക് കിട്ടും. കൂടെ ഉണ്ടാവണം. ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ പേഴ്സണൽ നമ്പർ. അതിൽ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാം. ഏറ്റവും കുറഞ്ഞ ഫീസ്, ഏറ്റവും ക്വാളിറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരിക. പിന്നെ ഏതെങ്കിലും ബാച്ച് കോഴ്സിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ ജോയിൻ ചെയ്യണം. കാരണം 1-ാം തീയതി മുതൽ പേയ്മെൻറ്റുകളെല്ലാം എല്ലാ ആപ്പുകളിലും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ആ പേയ്മെൻറ്റുകൾ മാറ്റുകയാണ്. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം. നമുക്ക് പഴയതുപോലെ സെറ്റാവാം. അപ്പോൾ കൂടെ ഉണ്ടാവണം. നിങ്ങൾ എങ്ങനെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഏതെല്ലാം തരത്തിൽ ഷെയർ ചെയ്ത്, സ്റ്റാറ്റസ് ഇട്ട് ഒക്കെ നിങ്ങൾ എന്നെ സഹായിക്കണം. ഇപ്പോൾ യൂട്യൂബിലൊരു പുതിയ ഓപ്ഷൻ, ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യണം. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അത് അൽഗോരിതത്തിന് തന്നെ നല്ലൊരു വ്യത്യാസം നമ്മുടെ ചാനലിനെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എന്നെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ പേരും കാത്തിരിക്കുക. നാളെ നല്ലൊരു സയൻസ് ക്ലാസ്സുമായിട്ട് ഞാൻ വരും. അപ്പോൾ ബാക്കിയുള്ള സയൻസ് ക്ലാസ്സുകളെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം. നാളത്തെ വീഡിയോ ക്ലാസ്സിൽ ഇതുവരെ നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ള സയൻസ് ക്ലാസ്സുകളുടെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു പുതിയ ടോപ്പിക്ക്, ഫിസിക്സിൽ നിന്നും ഒരു നല്ല ടോപ്പിക്ക്, SCRT ടോപ്പിക്ക് നമുക്ക് നാളെ എടുത്തു തുടങ്ങാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത് കമൻറ്റ് ചെയ്യുക. അത് കിട്ടും പഴയതുപോലെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.